ഒരു ദിവസം ഒരു വലിയ പൊതുയോഗത്തിൽ പോയി, ഒരു റാലിയിൽ പോയി, ജനങ്ങളുടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും ചാർജ് ചെയ്ത് സജീവമായി നിൽക്കുന്ന VS കാണാം. VS ഓർമ്മയായിട്ട് ഒരു വർഷം തികയുകയാണ്. VS കേരളത്തിലെ CPIMൻ്റെ സ്ഥാപക നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അന്നത്തെ അഭിവ്യക്ത പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര രംഗങ്ങളിലുള്ള വീറും വാശിയും ശക്തമായി ഉയർത്തിപ്പിടിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ച അനുഭവം വളരെ വിലയേറിയതാണെന്ന് ഞാൻ കരുതുന്നു, ഞങ്ങളെപ്പോലുള്ള തലമുറ കരുതുന്നു. എനിക്ക് 2-3 ഘട്ടങ്ങളായിട്ട് അദ്ദേഹമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കാറുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിൽ അത് പറയാൻ പറ്റില്ലെങ്കിലും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വളരെ അകലെ നിന്ന് VS കണ്ട ഒരു SFI പ്രവർത്തകൻ, അദ്ദേഹത്തെ വളരെ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ആൾ, SFIയുടെ കമ്മിറ്റികളിൽ വന്നു. പിന്നീട് ഞാൻ സ്റ്റുഡൻറ്റ് സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരിക്കുമ്പോഴാണ് VSമായിട്ട് അടുത്ത ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹം പങ്കെടുത്ത യോഗങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പം നേരിട്ടൊരു പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥി പ്രശ്നങ്ങൾ, അന്ന് സിൻഡിക്കേറ്റിനകത്ത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളൊക്കെ വളരെ ഗൗരവമായി ഞങ്ങൾ ഉന്നയിച്ചു. ഒരു ജില്ലാ സമ്മേളനത്തിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചപ്പോൾ അത് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വിദ്യാർത്ഥി ആയ എന്നെ ഉൾപ്പെടെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ വിളിച്ച് അന്ന് ഞങ്ങൾ ഉയർത്തിയ പ്രശ്നം ചർച്ച ചെയ്ത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം ഞാൻ SFIയുടെ സംസ്ഥാന ഭാരവാഹിയും അഖിലേന്ത്യാ ഭാരവാഹിയും ഒക്കെ ആയി. കുറച്ചുകൂടി അടുത്ത് VSയുമായി സംഘടനാ തലത്തിൽ പെരുമാറാൻ അവസരം കിട്ടി. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ ആയി വന്ന ഘട്ടത്തിൽ ദീർഘകാലം കമ്മിറ്റിയിലെ ഏറ്റവും പുതിയ ചെറിയ അംഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ. വളരെ വാത്സല്യത്തോടുകൂടിയാണ് ഞങ്ങളെ കാണുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സമര പരമ്പരകളിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VSൻ്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്കെല്ലാം ചെല്ലാനും സംസാരിക്കാനും കഴിയും. ഏതൊരു പ്രശ്നവും അന്ന് വളരെ വാശിയേറിയ സമരം നടക്കുന്ന ഘട്ടമാണ്. രാഷ്ട്രീയമായിട്ട് പല പ്രശ്നങ്ങളും നേരിടുന്നൊരു ഘട്ടമാണ്. കേരളത്തിലെ ഗവൺമെൻറ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ ഞങ്ങളൊക്കെ നിരാഹാരം കിടക്കുകയാണ്. ഞാൻ നിരാഹാരത്തിൽ പങ്കാളിയായിരുന്ന ആളാണ്. അതിനു മുമ്പ് സമരങ്ങളുടെ 91 മുതൽ സമരങ്ങളുടെ നീണ്ട പരമ്പരയുണ്ട്. കാരണം ആഗോളവൽക്കരണം വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയെ ആകെ കച്ചവടച്ചരക്കാക്കുന്നതിൻ്റെ നിലപാട് വന്നു. അതിന് ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന സ്ഥലം കേരളമാണ്. യുവജനങ്ങളും വിദ്യാർത്ഥികളും വലിയ സമരത്തിൽ പങ്കാളികളായി. അപ്പോൾ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് പോയി ഈ കാര്യങ്ങൾ പറയാനും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് ഇടപെടാനും ഒക്കെയുള്ള VSൻ്റെ സജീവമായ പ്രവർത്തനങ്ങൾ ഞാൻ ഓർക്കുന്നു. 96 വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം പിന്നീട് 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ നേതാവുകയും 2006 അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചുമതല എൻ്റെ മുകളിൽ വന്നു. ഞാൻ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവിടുന്ന് പാർട്ടി ആലോചിച്ചിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഞാൻ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നതിനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് ഞാൻ VSനെ കണ്ടു പറഞ്ഞു, പിണറായിയെ കണ്ടു പറഞ്ഞു. അവർ രണ്ടും അതിങ്ങനെ നിൽക്കണമെന്ന് അഭിപ്രായം പറഞ്ഞാൽ തുടർന്ന് ഞാൻ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറിയെ കണ്ടു പറഞ്ഞു, എനിക്കിങ്ങനെ അങ്ങനെ ഓഫീസിനകത്തേക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അന്നത്തെ സാഹചര്യത്തിൽ ആ ജോലി വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് നടക്കുന്ന ഒരാളെന്ന നിലയിൽ ആ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബുദ്ധിമുട്ടുകളും സ്വാതന്ത്ര്യവും ഒക്കെയാണ് എനിക്കിഷ്ടം. അല്ലാതെ ഓഫീസിനകത്ത് ഇരുന്ന് പ്രത്യേകിച്ചും അന്നത്തെ രാഷ്ട്രീയമായൊരു സാഹചര്യത്തിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു. പക്ഷേ പാർട്ടി പൊളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും VSും അത് തന്നെ വേണമെന്ന് പറഞ്ഞതനുസരിച്ച് തന്നെ ആ ജോലി തുടരേണ്ടി വന്നു. 4 വർഷക്കാലം ആ ചുമതലയിലുണ്ടായിരുന്നു. എനിക്ക് ആത്മാർത്ഥമായ വിശ്വാസം എൻ്റെ പ്രവർത്തനം വളരെ നല്ല തരത്തിൽ ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം സജീവമാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ആ ബന്ധത്തിനകത്ത് അന്നത്തെ രാഷ്ട്രീയമായ ധാരാളം പ്രശ്നങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് ചർച്ചകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഒരു കുഴപ്പവും ആ ഗവൺമെൻറ് ഉണ്ടാവാതെ ഏറ്റവും നന്നായിട്ട് ആ ഗവൺമെൻറ്റിനെ കൊണ്ടുപോകുന്നതിന് VSന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പവും ഞാൻ പറയുമ്പോൾ 100 കണക്കിനല്ല 1000 പേപ്പറുകളും നിരവധി തീരുമാനങ്ങളും ഒക്കെ എടുക്കേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ ചുമതല. എൻ്റെ അനുഭവം മഹാഭൂരിപക്ഷം കാര്യങ്ങളിലും നമ്മൾ കൃത്യമായി പഠിച്ചിട്ടാണ് പറയുന്നതെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് VSൻ്റെ പ്രത്യേകതയാണ്. ആദ്യം ചില കാര്യങ്ങളിൽ
ഒരു തർക്കമോ വാശിയൊക്കെ പറഞ്ഞാൽ പോലും പിന്നീട് അതൊന്നുകൂടെ മനസ്സിലാക്കി ഈ പറയുന്നതാണെങ്കിൽ അത് അംഗീകരിക്കും. കാരണം ഒരു മകൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ പറയാൻ പറ്റും നമുക്ക്, ഇന്ന കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ അപകടമുണ്ട്, അത് VS അപകടമാണ്, അത് ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ അന്നേരം അത് നോക്കിയിട്ട് ആണെങ്കിലും പിന്നീട് അക്കാര്യങ്ങൾ പിന്നെ ഒന്നുകൂടി പരിശോധിച്ച് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ കാര്യങ്ങളിൽ ഇടപെടാനും ഈ ജനങ്ങളുടെ പോയി ഊർജ്ജം സംഭരിക്കാനും കഴിയുന്നൊരു നേതാവായിരുന്നു. 3-4 ദിവസം ഓഫീസിൽ തന്നെ ഇരിക്കുന്ന ദിവസം ഞങ്ങൾ തന്നെ പറയാറുണ്ട്, ഫയലിന് അടുത്തിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നതും ഫയലിലിരിക്കുന്നതും തമ്മിൽ, ഫയൽ നോക്കുന്നതും വ്യത്യാസമുണ്ട്. 2-3 ദിവസം ഓഫീസിലെയും ഇത്തരം മീറ്റിങ്ങുകളും ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഒരു വലിയ പൊതുയോഗത്തിൽ പോയി, ഒരു റാലിയിൽ പോയി ജനങ്ങളുടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും ചാർജ് ചെയ്ത് സജീവമായി നിൽക്കുന്ന VS കാണാം. അവസാന കാലം വരെയും ആരോഗ്യം ശ്രദ്ധിക്കുന്നതിന്, കാരണം ഡിസിപ്ലിൻ നല്ലതുപോലെ പാലിക്കുന്നതിന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യായാമം, ഭക്ഷണം, അതിൻ്റെ ചിട്ടകൾ ഒക്കെ. ഒരു പ്രധാനപ്പെട്ട കാര്യം VS പിണറായി അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരിൽ ഞാൻ കണ്ടിട്ടുള്ളത് നയനാർ ഈ ദൂരെ നിന്ന് അദ്ദേഹത്തിലൂടെ വിദ്യാർത്ഥി നേതാവ് തന്നെ സംസാരിച്ചിട്ടുള്ളൂ. ഇവരിലെല്ലാം കണ്ടുള്ള പ്രത്യേകത പുതിയ കാര്യങ്ങളും പുതിയ തലമുറയായിട്ട് വളരെ നന്നായിട്ട് ഇവർക്ക് ഇടപെടാൻ പറ്റും. ഏറ്റവും വലിയ കാര്യം അതാണ്. പ്രായം ആയ സീനിയർ നേതാക്കന്മാരാണ്. VS വളരെ സീനിയറായ നേതാവാകുമ്പോഴാണ് മുഖ്യമന്ത്രിയാവുന്നത്. പക്ഷേ പുതിയൊരു കാര്യം കേൾക്കാൻ താല്പര്യമുണ്ടാവും, അതിനോട് ചെവിയോർത്തിരിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഓർക്കുന്ന പല സംഭവങ്ങളുണ്ട്. അതിനകത്തൊന്ന് എടുത്തു പറയേണ്ടത്, ഡൽഹിയിൽ മെട്രോ റെയിൽ കാണാനായിട്ട് പോയതാണ്. മെട്രോ നമുക്ക് കാണണം, മെട്രോ നമുക്ക് ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. ശ്രീധരനാണെന്ന് അതിൻ്റെ ചുമതല. റെയിൽവേയുടെ ഫസ്റ്റ് കോച്ചിൽ ഏറ്റവും ഫ്രണ്ടിൽ VS ശ്രീധരനും അതിന് തൊട്ട് അടുത്ത് ഞങ്ങളുമൊക്കെ ഇരുന്ന് ആ മെട്രോ റെയിൽ കുറച്ച് ദൂരെ ആയിട്ടുള്ളൂ, 10-15-20 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോയി അവിടെ എല്ലാം കണ്ട് വന്ന ഓർമ്മ എനിക്കുണ്ട്. അതുമാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും അങ്ങനെ താല്പര്യപൂർവ്വം നിൽക്കുന്ന അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് VS പുതിയ തലമുറയോട് നന്നായി ഇക്വേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ ആശയങ്ങളെ അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഓരോ കാര്യം പഠിക്കാൻ ശ്രമിച്ചു. ഒരു തലമുറ, പഴയൊരു തലമുറയിൽപ്പെട്ട ആളെന്ന നിലയിൽ പുതിയ സംഗതികളുമായിട്ട് കണക്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നില്ല ഇവരാരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള VS സ്മരിക്കുമ്പോൾ അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ പാഠങ്ങളും വലിയ പ്രവർത്തനങ്ങളും ആണ് നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടത്. വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയിൽ നിന്നും കേരളം ആകെ അംഗീകരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായി വന്ന അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേശീയ തലത്തിലെ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധവുമൊക്കെ ഇക്കാര്യത്തിൽ നമുക്ക് അടുത്തറിയുന്നതാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോഴും കേന്ദ്രമന്ത്രിമാരെ കാണാൻ പോകുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വലിയ വാമത്തുണ്ട്. അന്ന് ഇടതുപക്ഷമാണ് UPA പിന്തുണയ്ക്കുന്നത് എന്നുള്ളതുകൊണ്ട് പ്രത്യേക പരിഗണനയും കൂടെ കിട്ടിയിരുന്നുണ്ട്. എല്ലാവർക്കും വളരെ വ്യക്തിപരമായ സ്നേഹവും ഉണ്ടായിരുന്ന, അവരുമായിട്ട് നല്ലതുപോലെ ആ സ്നേഹം നിലനിർത്താൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം.